the Lord. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ വളരെയധികം മൈലുകൾക്കപ്പുറം ഇരുന്നു കൊണ്ടാണെങ്കിലും ഇങ്ങനെ ആധുനിക സംവിധാനത്തിൽ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാന്, ദൈവവചനം ധ്യാനിക്കുവാന് ഒക്കെ കർത്താവ് തന്ന വിലപ്പെട്ട സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ PC ജോസഫിനോട് കൂടെ ആയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. പ്രിയ ദേവദാസൻ പത്തനാപുരത്ത് അടിയങ്ങൾ നടത്തിയ സ്ഥാപനത്തിൽ ദൈവനെ അഭ്യസിക്കുവാൻ കടന്നു വന്നു. ആ കാലം മുതൽ പ്രിയ കൃതദാസനോടുള്ള ബന്ധമോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സുവിശേഷത്തിന് വേണ്ടി വില കൊടുത്ത് മാതാപിതാക്കൾ തന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും അകറ്റി നിർത്തിയപ്പോഴും വിശ്വാസത്തിന് വേണ്ടി വീറോടെ നിന്ന പ്രിയ ദേവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരി പുനലൂർ സെന്ററിലെ ഞങ്ങളുടെ ഒരു സഭയിലെ അംഗം കൂടിയാണ്. കുടുംബമായി ദൈവം പ്രിയപ്പെട്ടവരെ ആ പട്ടണത്തിൽ ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുവരെ ദൈവം നമ്മളെ കൊണ്ടുവന്നു, ഇനിയും നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ഞാൻ ഓർക്കുമായിരുന്നു, സൺഡേയിൽ ലണ്ടനിലുള്ള ലണ്ടൻ പെന്തക്കോസ്റ്റൽ ചർച്ചിൽ ദൈവനെ ശുശ്രൂഷിച്ചു. കഴിഞ്ഞ ആഴ്ച കോന്നിയിലെ ഒരു സഭയിലെ ശുശ്രൂഷിച്ചു. ഇങ്ങനെ അടുപ്പിച്ച് പല സ്ഥലങ്ങളിലും ഇവിടെ ഇരുന്നു കൊണ്ട് ശുശ്രൂഷിക്കുകയാണ്. ഒരു തമാശ പറയുകയാണ്, പാസ്റ്റർ ജോസഫ് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ അത് സാധിക്കില്ലല്ലോ. കർത്താവിന്റെ ഒരു താമസിച്ചാൽ ആധുനിക ശാസ്ത്രത്തിന്റെ അതേ ഗവേഷണങ്ങൾ നിമിത്തം ഒരുപക്ഷെ അതും സാധിക്കാം എന്ന് കരുതുകയാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും സന്തോഷമായിരിക്കുമെന്ന് കരുതുന്നു. ആ സഭയില് ഞാൻ വർഷങ്ങൾക്ക് മുൻപ് കടന്നു വന്ന് ശുശ്രൂഷിച്ചത് ഓർക്കുന്നു. പാസ്റ്റർ മത്തായിയുള്ള സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ ആദ്യമായിട്ട് ആ ഭാഗങ്ങളിൽ വന്നത്. പ്രിയ പാപ്പച്ചാനെ ഓർക്കുന്നു. കർത്താദാസൻ എൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഞാൻ ശുശ്രൂഷിച്ചത് ഓർക്കുന്നു. ഇങ്ങനെ വിവിധ സന്ദർഭങ്ങളിലായിട്ട് ആ പ്രദേശങ്ങളിൽ എത്തിയത് എൻ്റെ ഓർമ്മയിലുണ്ട്. അതുപോലെ നമ്മുടെ എർത്ത് കേക്ക് ഉണ്ടായപ്പോൾ ആ സമയത്ത് IPC ജനറൽ കൗൺസിലിന്റെ ഒരു ഡെലിഗേഷൻ അവിടേക്ക് വന്നപ്പോൾ നമ്മുടെ മുൻ ട്രഷറർ ജോസഫ് താനിക്കലും ഒരുമിച്ച് ഭാഗത്ത് വന്നത് ഓർക്കുന്നു. ഏത് ചർച്ചിലാണ് വന്നതെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എന്നാലും അഹമ്മദാബാദിലും പരിസരങ്ങളിലുമുള്ള ദൈവമക്കളുമായിട്ട് കൂട്ടായ്മയ്ക്ക് അവസരം ദൈവം തന്നു. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ മോഹൻ ചെറിയാനും അവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ടല്ലോ. ആ സമയത്തും അവിടെ വരുവാന് ഇടവന്നതെല്ലാം നന്ദി പുരസ്സരം ഓർക്കുന്നു. ഇന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ വരവിനെ കുറിച്ച് ദൈവത്തിൽ നിന്ന് സംസാരിക്കണമെന്ന്. കർത്താവിന്റെ വരവ്, എനിഹാവ് കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് കർത്താവ് താൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒടുവിലായിട്ട് കർത്താവ് വരവിനെ കുറിച്ച് പറഞ്ഞ വാക്യം വായിച്ച് തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം അതിന്റെ 22-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോട് ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിൽ വനത്തിൽ ആരെങ്കിലും വലത് നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് അങ്ങയുടെ വചനം ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ലൈനിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. തുടർന്ന് റെക്കോർഡ് ചെയ്ത് കർത്താവെ എവിടെയെല്ലാം ഇത് പ്രസന്റ് ചെയ്യപ്പെടുന്നു, ആരെല്ലാം ശ്രദ്ധിക്കുന്നു, അവർക്കെല്ലാവർക്കും ദൈവമേ ഇന്ന് പകലത്തെ ദൈവന ധ്യാനം അനുഗ്രഹമാക്കി, രാത്രിയിലത്തെ ധ്യാനം അനുഗ്രഹമാക്കി അങ്ങ് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് തന്നെ സംസാരിക്കണമേ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമേ. സംശയങ്ങൾക്ക് നിവാരണം വരുത്തണമേ.
പ്രിയ കർത്താവേ, ദൈവനെ കേൾവി കഴിഞ്ഞ് ഞങ്ങൾ ഈ കൂട്ടായ്മ പിരിയുമ്പോൾ ദൈവനോട് സംസാരിച്ചു ഇടപെട്ടു എന്നുള്ള വലിയ തൃപ്തി അടിയങ്ങളെ ഭരിക്കുവാനിടയാക്കണമേ. ലോകമെമ്പാടുള്ള സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രത്യേക കാലഘട്ടത്തിൽ ദൈവജനം കടന്നുപോകുന്ന സാഹചര്യങ്ങളെല്ലാം അങ്ങ് അറിയുന്നുവല്ലോ കർത്താവേ. ഒരുപക്ഷെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ കഴിഞ്ഞില്ലെങ്കിലും അതിലുപരിയായ കൂട്ടായ്മ അനുഭവം ഞങ്ങൾക്ക് വിവിധ ഉപാധികളിലൂടെ ദൈവം നൽകുന്നതിനാൽ സ്തോത്രം, 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 സ്തോത്രം. രാത്രി പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവാം ദൈവത്തിന്റെ, പുത്രനാം ദൈവത്തിന്റെ, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ നാമത്തിൽ നിന്ന് ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവെ കേൾക്കണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ സംബന്ധിച്ച് തിരുവചനത്തിൽ നമ്മൾ കാണുന്ന ആശയങ്ങളെ ക്രോഡീകരിക്കുന്നതിന് മുൻപ് ഒരു സാധ്യത നമുക്ക് തിരുവചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ വരവിനെ കുറിച്ചാണല്ലോ നമ്മൾ പ്രതിപാദിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ ഒന്നാമത്തെ വരവ്, അത് സംബന്ധിച്ച് ആ വരവിൽ എന്ത് സംഭവിച്ചു? ആ വരവിൽ വാസ്തവത്തിൽ അറിയേണ്ടവര്, കർത്താവിനെ അറിയേണ്ടവര്, പരിഗ്രഹിക്കേണ്ടവര്, കാത്തിരിക്കേണ്ടവര് കർത്താവിനെ തിരിച്ചറിഞ്ഞോ എന്നുള്ളത് നമ്മളൊന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. എന്തിനാണ് ചോദിച്ചാൽ, രണ്ടാമത്തെ വരവിൽ അതിന് തത്തുല്യമായ സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, കർത്താവിന്റെ ആദ്യത്തെ വരവിക്കൽ, മനുഷ്യാവതാരം ചെയ്ത ആ വരവിക്കൽ കർത്താവിനെ സ്വതവേ തിരിച്ചറിഞ്ഞവർ വളരെ 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 ചുരുക്കമാണ്. ഓഫ് കോഴ്സ് മറിയയ്ക്ക്, ജോസഫിന് മാതാപിതാക്കൾ എന്ന നിലയിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു അറിവുണ്ട്. അതെന്തുകൊണ്ട് ആ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചും പറഞ്ഞും അറിഞ്ഞും, യോസഫിന് സ്വപ്നത്തിൽ കൂടെയും മറിയയ്ക്ക് ദൂതന്റെ ദർശനത്തിൽ കൂടെയും ഒക്കെ ഒരു അറിവ് ലഭിച്ചു. എന്നാൽ ഇസ്രായേൽ ജനം ഒന്നടങ്കം കാത്തിരുന്നതാ കർത്താവായ യേശു ക്രിസ്തുവിനെ, മശിഹായെ അവർ കാത്തിരുന്നതാ. എന്നാൽ അവരെത്ര പേര് തിരിച്ചറിഞ്ഞു? ആ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ അന്നത്തെ രാജാവ് എന്ത് ചെയ്തു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ, യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിഡോമൈറ്റ് ആയിരുന്നു ഹെരോദാവ്. ഈ ഹെരോദാവ് ദൈവപുത്രനായ യേശു ക്രിസ്തു അല്ലേ മശിഹ ജനിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്റെ ഭാഗത്തുണ്ടായ പ്രതികരണം ഞാൻ പറയണ്ടായല്ലോ. അദ്ദേഹം കാര്യമായിട്ട് അന്വേഷിച്ചു എവിടെയായിരിക്കണം ജനിക്കണമെന്നുള്ളത്. ദൈവജനത്തിന്റെ വെളിച്ചത്തിൽ സൂക്ഷ്മമായി, കൃത്യമായി, സത്യമായി ഉള്ള വാസ്തവമായുള്ള കാര്യം അന്നത്തെ വേദശാസ്ത്രികൾ, അതെ മഹാപുരോഹിതന്മാര് എന്ത് ചെയ്തു? അവരുടെ അറിവ്, അവരുടെ പഠനം, അവരുടെ വിജ്ഞാനം വെളിപ്പെടുത്തുകയും ചെയ്തു. പ്രിയമക്കളെ വളരെ ശ്രദ്ധിക്കണം. ഇന്നുമുണ്ട് പുരോഹിതന്മാർ, ഇന്നുമുണ്ട് വേദശാസ്ത്രികൾ, ഇന്നുമുണ്ട് ബിരുദാനന്തര ബിരുദം വേദശാസ്ത്രത്തിൽ കൈവരിച്ച് ആധ്യാത്മിക ലോകത്തിന്റെ ഉന്നത സ്ഥാനത്തുള്ളവർ. ശ്രദ്ധിക്കണമേ, അവർക്ക് വിജ്ഞാനമുണ്ട്, അറിവുണ്ട്. പക്ഷേ സാക്ഷാൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ അതിന്റെ ഗുണഭോക്താക്കളായി തീരുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ള വസ്തുത നാം മറക്കരുത്. സാധ്യത പറയുക, സാധ്യത. ഇതുപോലെ രണ്ടാമത്തെ വരവിന് വേണ്ടി നാം കാത്തിരിക്കുന്നു. അതിന്റെ വിജ്ഞാനം നമുക്കുണ്ട്. അത് സംബന്ധിച്ച് ഡിസ്കഷൻ നമുക്ക് നടത്താം, ഡിബേറ്റ് നടത്താം, സെമിനാർ നടത്താം. പക്ഷെ അതിന്റെ ഗുണഭോക്താ തീരുമോ ഇല്ലയോ എന്നുള്ളത് സ്വയശോധന ചെയ്യേണ്ട കാര്യമാണ്. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ തുടങ്ങി. ഇത് ജനത്തിലാണ്. കർത്താവ് ഒരു അത്ഭുതം അടയാളം ചെയ്യുന്നതിന് മുമ്പുള്ള സംഭവമാണല്ലോ. എന്നാൽ ശുശ്രൂഷയുടെ ഇടയിൽ, ശുശ്രൂഷ സമയത്ത് എന്ത് സംഭവിച്ചു? യോഹന്നാന്റെ സുവിശേഷം 7:47 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. പരീശന്മാർ അവരോട്, നിങ്ങളും തെറ്റിപ്പോയോ?
പ്രമാണികളിലാകട്ടെ പരീശന്മാരിലാകട്ടെ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? ന്യായപ്രമാണം അറിയാത്ത പുരുഷാരോ ശപിക്കപ്പെട്ടവരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ലഭിച്ച അറിവിന്റെ വെളിച്ചത്തിൽ കർത്താവിനെ അംഗീകരിക്കുവാനല്ല അവർക്ക് ഉണ്ടായ ടെൻഡൻസി, പകരം തിരസ്കരിക്കുവാനായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ വരവിൽ സംഭവിച്ച കാര്യമാ പറയുന്നത്. ഏത്? ആധ്യാത്മിക ലോകം. ആത്മീക ലോകം, സാക്ഷാൽ ഇതിനെക്കുറിച്ചുള്ള അറിവും വെളിപ്പാടും കിട്ടിയ അബ്രഹാമ്യ സന്തതികളുടെ ലോകം. ആ ലോകത്തിന് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിന്റെ ഗുണഭോക്താക്കളാകുവാൻ കഴിഞ്ഞില്ല എന്നത് നാം മറന്നു പോകരുത്. എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയൊരു കൂട്ടം ക്രിസ്ത്യാനികൾ ലോകവ്യാപകമായി. എന്നാൽ വാസ്തവത്തിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കളായി തീരുവാൻ ഇവരിൽ എത്ര പേർക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സന്ദേഹം ഉണ്ടാകണം. ഇനി കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കാം. കർത്താവിന്റെ കുടുംബക്കാര്, കർത്താവിന്റെ കുടുംബത്തിൽപ്പെട്ടവര്, അവരുടെ പ്രത്യേകത എന്തായിരുന്നു? അവരെന്താ ചെയ്തത്? യോഹന്നാന്റെ സുവിശേഷം 7:5, അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. ശ്രദ്ധിക്കണം, യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിങ്കൽ അതിന്റെ ഗുണഭോക്താക്കളാകേണ്ടവർ ആയോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, हम जो यहाँ पर देख रहे हैं, परमेश्वर की पहले आगमन में दुनिया के लोगों ने यीशु मसीह को पहचाना कि नहीं, उनकी मसीहा को पहचाना कि नहीं, हम वो सीख रहे हैं। यीशु मसीह के परिवार वालों ने क्या किया वो हम देख रहे हैं। यूहन्ना की 7वें अध्याय उसकी 5वीं आयत में हम देखें, അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല എന്നാണ് നാം കാണുന്നത്. और वहां पर हम देखते हैं कि उनके खुद के जो भाई लोग थे यीशु मसीह के, वो भी मसीहा को पहचान नहीं सके। പുരോഹിതന്മാര്, ശാസ്ത്രിമാര്, പരീശന്മാര്, ഇസ്രയേലിന്റെ അന്നത്തെ ഭരണാധികാരി, പൊളിറ്റിക്കൽ ലീഡർ, ഇവരാരും തന്നെ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് അംഗീകരിക്കുവാൻ കർത്താവിന്റെ ഒന്നാം വരവിങ്കൽ കഴിഞ്ഞില്ല. और हम देखते हैं कि जो इजराइल के उस समय जो पॉलिटिकल नेता लोग थे, वहां के राजा जो थे, इजराइल के बुजुर्ग लोग, याजक लोग, फरीसी लोग जो भी थे, वो कोई भी यीशु मसीह की पहली आगमन में मसीहा को पहचान नहीं पाया। തന്റെ ശിഷ്യന്മാര്, നമുക്കറിയാം, കർത്താവിന്റെ ഏറ്റവും അടുത്തറിഞ്ഞവരും കർത്താവിന്റെ അനുയായികളുമായിരുന്ന ശിഷ്യന്മാരുടെ പോലും വാക്കുകൾ സന്ദേഹം ഉളവാക്കുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ, തന്റെ ഒന്നാം വരവിന്റെ പർപ്പസിനെ അറിയേണ്ടതുപോലെ അവരറിഞ്ഞു എന്നുള്ള കാര്യത്തിന്. और हम देखते हैं कि यीशु मसीह के जो बहुत निकट जो चेले लोग थे, वो भी शुरुआत में यीशु मसीह को पहचान नहीं पाए, वो परमेश्वर के पुत्र है कर पहचान नहीं पाया। കർത്താവ് വന്ന പർപ്പസ് കർത്താവ് ഡിസ്ക്ലോസ് ചെയ്ത തന്റെ ക്ലോസ് സർക്കിളിൽ പെട്ട ശിഷ്യന്മാര്, അവരെ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്ത്, ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ലൂക്കോസ് അത് 24:20-21 വാക്യങ്ങളിൽ ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി, അവരെ വിശ്വസിച്ചില്ല. और हम देखते हैं कि यीशु मसीह के जो नजदीक में जो सबसे नजदीक जो चेले लोग थे, वो भी वहां पर परमेश्वर के जब स्वर्गारोहण करने वाले जो समय आया, तभी भी वो यीशु मसीह को सही रीति से परमेश्वर के पुत्र के तरह पहचान नहीं पाए। 24:11 നമ്മൾ അത് വായിച്ചത്. ഇനി അതിന്റെ 20-21 വാക്യത്തിൽ ആ ശിഷ്യന്മാരിൽ രണ്ടുപേര് എമോസിലേക്ക് പോയപ്പോൾ അവന്റെ വാക്കും വളരെ വിചിത്രമാണ്. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ, ഞങ്ങളും ആശിച്ചിരുന്നു, ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അങ്ങനെയല്ല കാര്യം പരിണമിച്ചത്. ദൈവപുത്രനായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ അവർക്കും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായതായി നമ്മൾ കാണുന്നു. और हम देखते हैं कि जो यीशु मसीह के जो चेले थे, खास करके जो एमोस की ओर चलकर जाने वाले जो दो चेले लोग थे, वो भी इसी प्रकार एक दूसरे से बातें कर रहे थे कि हम भी इजराइल की मसीहा के लिए बाट जोते थे, लेकिन वो नहीं आया, जो आया वो क्रूस पर चढ़ गया, हमको बचा नहीं पाया।
ऐसा एक दूसरे से बात कर कर मसीहा को पहचान नहीं पाए। ശ്രദ്ധിക്കുക, തന്റെ ശിഷ്യന്മാരിൽ പ്രഥമനായ പത്രോസ്, യാക്കോബ്, യോഹന്നാന് തുടങ്ങിയ കുറച്ചു പേര് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവരുടെ തീരുമാനം എന്തുവായിരുന്നു? യോഹന്നാന്റെ സുവിശേഷം 21:3 ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടകേറിപ്പോയി. और हम देखते हैं कि जो यीशु मसीह की मृत्यु और उनके पुनरुत्थान के बाद, स्वर्गारोहण के बाद, उनके जो निकट के जो चेले लोग थे, पतरस है, याकूब है, यूहन्ना है, वो क्या करते हैं? वो यीशु मसीह के जाने के बाद इस प्रकार कहते हैं, पतरस कहता है कि मैं वापस जा रहा हूं मछली पकड़ने के लिए। अपनी जाल और जहाज लेकर निकल पड़े। साथ में यूहन्ना और पतरस भी निकल पड़ा। ശ്രദ്ധിക്കണം, അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒന്നാം വരവിങ്കൽ ആധ്യാത്മിക ലോകം, രാഷ്ട്രീയ ലോകം, തന്റെ കുടുംബം, തന്റെ ശിഷ്യന്മാര് യേശു ക്രിസ്തുവിന്റെ ഒന്നാം വരവിനെ കുറിച്ചുള്ള പർപ്പസ് തിരിച്ചറിയാതെ, ആ വരവിനെ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയാതെ അതേ ചാഞ്ചല്യരായി തീരുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. इसलिए हम देख सकते हैं कि यीशु मसीह के जो पहले आगमन में उनका क्या उद्देश्य है, वो पूरी जो उस समय के जो राष्ट्र नेताएं थे, वहां के याजक लोग, वहां के इजराइल के जो धार्मिक लोग थे, वो यीशु मसीह के आगमन को पहचान नहीं पाए कि वो पहली बार क्यों आए थे। അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ, നമുക്ക് പുതിയ നിയമ വിശ്വാസികളായി നമ്മൾ രണ്ടാമത്തെ വരവിന് കാത്തിരിക്കുമ്പോൾ പോലും സാധ്യത, അതായത് കർത്താവിന്റെ വരവിനെ, രണ്ടാമത്തെ വരവിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത സാധ്യത നമുക്കുമുണ്ട് എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. और उसका जो शमशेर में मैं ये सब इसलिए बताया क्योंकि हम जो यीशु मसीह की दूसरी आगमन के लिए जो बाट जोते हैं, हमारे अंदर भी, लोगों के अंदर उनकी असली उद्देश्य क्या है, क्यों आने वाला है, इसका शंका हमारे मन में या गलत मतलब या उद्देश्य हमारे अंदर भी हो सकता है। പിന്നെ ആരാണ് യേശു ക്രിസ്തുവിനെ ഒന്നാം വരവിങ്കൽ അറിയേണ്ടതുപോലെ അറിഞ്ഞത്? फिर हम देखते हैं कि यीशु मसीह के पहले आगमन में जिस रीति से उन्हें पहचानना था, ऐसे किसने पहचाना? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 32 വരെയുള്ള വാക്യത്തിൽ ഒരു ശിമോനെ കുറിച്ച് നമ്മൾ കാണുന്നു. लूका रचित सुसमाचार 2 अध्याय उसकी 25वीं आयत में हम एक शिमयोन के बारे में देखते हैं। അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നത്, യെരുശലേമിൽ ശിമയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. യേശു എന്ന ദൈവപൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടുചെന്നപ്പോൾ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 32 വരെ. हमने जो आयत पढ़ा वो लूका रचित सुसमाचार 2 अध्याय 25 से लेकर 32वीं आयत तक शिमयोन के बारे में जो भविष्यवाणी उन्होंने किया था, उसके बारे में हमने यहाँ पर पढ़ा। അവിടെ ശിമയോന് കർത്താവിനെ തിരിച്ചറിഞ്ഞു. ഹെരോദാവ് തിരിച്ചറിഞ്ഞില്ല, മഹാപുരോഹിതന്മാര് തിരിച്ചറിഞ്ഞില്ല, ശാസ്ത്രിമാര് തിരിച്ചറിഞ്ഞില്ല, പരീശന്മാര് തിരിച്ചറിഞ്ഞില്ല, കർത്താവിന്റെ കുടുംബാംഗങ്ങൾ കർത്താവിനെ തിരിച്ചറിഞ്ഞില്ല, ശിഷ്യന്മാര് കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്നാൽ ദൈവപുത്രനായ യേശുവിനെ ദൈവപുത്രനായി തന്നെ തിരിച്ചറിഞ്ഞത്, യേശു ഒരു അത്ഭുതവും ചെയ്യുന്നതിന് മുൻപേ, യേശു ഒരു അടയാളവും ചെയ്യുന്നതിന് മുൻപേ ആ കാര്യം തിരിച്ചറിയാൻ ശിമയോന് കഴിഞ്ഞു. അതിന്റെ റീസൺ ഇവിടെ എഴുതിയിട്ടുണ്ട്, ബിക്കോസ് ഓഫ് ഹിസ് ഡിവോഷൻ. और यहाँ पर हम देखते हैं कि यीशु मसीह जब पहली बार आया तो वहां के जो राजा लोग थे, नेता लोग थे, धर्मी जो फरीसी लोग थे, शास्त्री याजक लोगों ने यीशु मसीह की चेलाओं के अंदर भी शंकाएं थे और
यीशु मसीह के कुटुंब के परिवार वाले ने भी सचमुच असली में यीशु मसीह को पहचान नहीं पाए, लेकिन यहाँ पर शिमियोन परमेश्वर के पुत्र है कर यीशु मसीह को इसलिए पहचान पाया क्योंकि वो एक भक्त व्यक्ति था, वो धर्मी व्यक्ति था, और इसलिए वो चमत्कार और चिन्ह और चमत्कार यीशु मसीह करने से पहले ही उन्हें यीशु मसीह को असली रूप में पहचान लिया। ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രയേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ഉണ്ടായിരുന്നു. यहाँ पर ऐसा लिखा है कि वो मनुष्य धर्मी और भक्त था और इस्राएल की शांति की प्रतीक्षा कर रहा था, और पवित्र आत्मा उस पर था, और पवित्र आत्मा के द्वारा प्रकट हुआ कि जब तक तू प्रभु के मसीह को देख ना लेगा तब तक मृत्यु को ना देखेगा। ശ്രദ്ധിക്കുക, അപ്പോൾ ഒന്നാം വരവിനെ തിരിച്ചറിയുവാൻ, അറിയേണ്ട പോലെ അറിയുവാൻ, അംഗീകരിക്കുവാൻ ആർക്കാണ് കഴിഞ്ഞത്? ദൈവസന്നിധിയിൽ ഭക്തി മുറുകെ പിടിച്ച് കർത്താവിനെ കാത്തിരുന്ന, ഇസ്രായേലിന്റെ സമാധാനത്തിനായി കാത്തിരുന്ന പരിശുദ്ധാത്മാവിന്റെ നിയോഗമുള്ളവനാണ് കർത്താവിന്റെ ഒന്നാമത്തെ വരവിനെ അറിയേണ്ട പോലെ അറിയുവാനിടയായി തീർന്നത്. इसलिए यहाँ पर हमें ध्यान देना है कि किसने यीशु मसीह को परमेश्वर के पुत्र के रूप में पहचाना? जो भक्त व्यक्ति था, जो धर्मी व्यक्ति था, इस्राएल की भविष्य के लिए जो बाट जो के बैठा था, वो व्यक्ति यीशु मसीह को असली रूप में पहचान पाया। അടുത്തയാള് അവിടെ ഒരു സ്ത്രീരത്നമാണ്. ഹന്നയെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. और एक दूसरा जो व्यक्ति वहां पर यीशु मसीह को पहचानने वाला एक स्त्री थी, और उसका नाम हन्ना है। ഹന്ന കർത്താവിനെ അറിയുവാൻ കാരണം എന്താണ്? और हन्ना ने परमेश्वर को कैसे पहचाना? ആ ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ദാറ്റ് മീൻസ് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള, ആദ്യത്തെ ആൾക്ക് ഡിവോഷൻ ആയിരുന്നെങ്കിൽ ഈ സഹോദരിക്ക് ഒരു കമ്മിറ്റ്മെന്റ്, ആത്മീയ കാര്യത്തോടുള്ള ബന്ധത്തിൽ ദേവാലയം വിട്ടുപിരിയാതെ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ രാവും പകലും ആരാധന ചെയ്തു വന്ന ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള സഹോദരിക്ക് കർത്താവിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞു. और जो दूसरा व्यक्ति है हन्ना ने मसीह को सही रूप में पहचान पाया, क्योंकि हन्ना दिन रात उपवास में, प्रार्थना में, मंदिर में हमेशा रहती थी, और उसका एक दृढ़ निश्चय था कि उसे परमेश्वर को पहचानना है। उनका जो इस निश्चय की वजह से यीशु मसीह को असली रूप में, यीशु मसीह कौन है, वो ये पहचान पाया। മൂന്നാമതൊരാൾ കർത്താവിനെ തിരിച്ചറിഞ്ഞു. അതെങ്ങനെയാ തിരിച്ചറിഞ്ഞത്? एक तीसरा व्यक्ति ने यीशु मसीह को पहचान लिया, वो कैसे हुआ? അത് യോഹന്നാൻ സ്നാപകനാണ് കർത്താവിനെ തിരിച്ചറിഞ്ഞത്. वो व्यक्ति बपतिस्मा देने वाला यूहन्ना है। യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം, പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. 36-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. और हम देखते हैं कि यूहन्ना की पहली अध्याय उसकी 29वीं आयत में वो जब यीशु मसीह नदी की ओर आते हुए देखा तो उन्होंने ऐसा कहा, देखो वो परमेश्वर का मेमना है जो जगत का पाप उठाने वाला है, हराता है। और उसकी 29वीं आयत में भी वही कहता है कि देखो वो रब्बी जो गुरु है वो हमारे सामने आ रहा है। അപ്പോൾ 3 പേര് വ്യക്തിപരമായി യേശു ക്രിസ്തു ഒരു അത്ഭുതം ചെയ്യുന്നതിന് മുൻപ്, ഒരു അടയാളവും ചെയ്യുന്നതിന് മുൻപേ ദൈവപുത്രനായിട്ട് തിരിച്ചറിഞ്ഞു. 1 ശിമയോന്, 2 ഹന്ന, 3 യോഹന്നാൻ സ്നാപകൻ. ഒന്നാമത്തെ ആൾക്ക് അങ്ങനെ ചെയ്യുവാൻ, കർത്താവിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ഡിവോട്ടഡ് ലൈഫ്, ഭക്തി പുരസരമുള്ള, പരിശുദ്ധാത്മ നിയോഗമുള്ള ജീവിതം കൊണ്ട്. രണ്ടാമത്തെ ആൾക്ക് അതേ കമ്മിറ്റ്മെന്റ് കൊണ്ട് ദൈവസന്നിധിയിൽ അതുപോലെ പ്രതിബദ്ധതയോടുകൂടെ കഴിഞ്ഞുകൂടിയ ഒരു ആത്മീയായ സ്ത്രീരത്നം അവർക്ക്. മൂന്നാമത് യോഹന്നാൻ സ്നാപകന് കർത്താവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാ?
ഒരു റെവലേഷൻ കൊണ്ട് ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമോ അവനാണ് ദൈവപുത്രനായ യേശു എന്നുള്ള മുൻകൂട്ടിയുള്ള വെളിപ്പാട് യോഹന്നാന് കിട്ടിയിരുന്നു. ആ യോഹന്നാൻ അതുകൊണ്ട് തന്നെ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പരസ്യമായി യേശു ഒരത്ഭുതവും ചെയ്യുന്നതിന് മുൻപേ പറയുവാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ഒന്നാമത്തെ വരവിൽ തിരിച്ചറിയുവാൻ ആർക്ക് കഴിഞ്ഞോ ഇതുപോലെ തന്നെ ആകണം രണ്ടാമത്തെ പ്രാവശ്യം കർത്താവ് വരുമ്പോൾ കർത്താവിനെ അറിയുവാൻ, കർത്താവിനെ സ്വീകരിക്കുവാൻ, കർത്താവിന്റെ വരവിന്റെ ഗുണഭോക്താക്കളാകുവാൻ അവർക്കാണ് സാധ്യതയുള്ളത്. और मैं ये इसलिए बताया कि यीशु मसीह की पहली आगमन में यीशु मसीह को पहचानने वाले 3 व्यक्ति थे, खास करके उसमें जो शिमियोन था, शिमियोन की भक्ति और धार्मिकता की वजह से परमेश्वर को पहचान पाया। दूसरा व्यक्ति जो हन्ना थी, वो उनको हमेशा वो मंदिर में उपवास और प्रार्थना में अपनी भक्ति की दृढ़ निश्चय की वजह से, और तीसरा जो व्यक्ति था बपतिस्मा देने वाली यूहन्ना, वो इसलिए था क्योंकि पवित्र आत्मा ने उसको प्रकट किया था कि जिसके ऊपर पवित्र आत्मा उतरेगा वो पृथ्वी का उद्धारकर्ता के रूप में आएगा, ऐसा भविष्यवाणी उसके अंदर था। इसलिए ये तीनों व्यक्ति यीशु मसीह की कोई चमत्कार करने से पहले या अपने आप को दुनिया के सामने प्रकट करने से पहले पहचाना। इसी प्रकार जो दूसरी आगमन में भी ऐसे इस तरह के लोग ही उनके आगमन को पहचानेंगे। അപ്പോൾ അതേ ദൈവത്തോടുള്ള അതേ ഭക്തി ഒരു റീസണാണ്, അതേ ദൈവികമായ വെളിപ്പാട് ഒരു റീസണാണ്, പോരാ കമ്മിറ്റ്മെന്റ് ഒരു റീസണാണ്. എന്തിന്? രണ്ടാമത്തെ വരവിൽ ദൈവപുത്രനായ യേശുവിനെ നമ്മൾ സ്വീകരിക്കത്തക്കവണ്ണം അതൊക്കെ മുഖാന്തരമായി തീരും. और इसमें हम इसलिए हमें खास ये मालूम पड़ता है कि जिसके अंदर धार्मिकता और भक्ति है और पवित्रताई और भक्ति की, और जिसके अंदर निश्चय है, और तीसरा जिसके ऊपर प्रकाश है पवित्र आत्मा के द्वारा, वो ही परमेश्वर की दोबारा आगमन को पहचानेंगे और उसमें प्रवेश करेंगे। അപ്പോൾ തന്നെ വെളിപ്പാട് കിട്ടി യോഹന്നാൻ സ്നാപകന് പോലും സംശയമുണ്ടായതായി നമുക്കറിയാം. और हम देखते हैं कि प्रकाश और भविष्यवाणी मिलने वाला बपतिस्मा देने वाले यूहन्ना के अंदर भी थोड़ा सा शंका था कि असली में यही है क्या परमेश्वर का संतान या उद्धारकर्ता। മത്തായിയുടെ സുവിശേഷം 11:2-3 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യോഹന്നാൻ സ്നാപകൻ ആളുവിട്ട് യേശുക്രിസ്തുവിനോട് ചോദിക്കുക, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. हम देखते हैं कि मत्ती की 11 उसकी दूसरी और तीसरी अध्याय में यूहन्ना आज व्यक्तियों को भेजकर ऐसा यीशु मसीह को पूछते हैं कि जो आने वाला मसीहा तू ही है क्या, या और किसी व्यक्ति के लिए हम बाट जोना है। ശ്രദ്ധിക്കണം, അതിന് കാരണം നമുക്കറിയാം. താൻ പ്രതീക്ഷിച്ചു ദൈവപുത്രനായ യേശു തന്നെ തടവറയിൽ നിന്ന് വിടുവിക്കുമെന്ന്, തന്റെ ബന്ധനത്തിൽ നിന്ന് തന്നെ വിടുവിക്കുമെന്ന്, രക്ഷപ്പെടുത്തുമെന്ന്. എന്നാൽ അതൊന്നും നടക്കാതെ വന്നപ്പോൾ, തന്റെ പ്രതീക്ഷ പോലെ കാര്യങ്ങൾ നീങ്ങാതെ വന്നപ്പോൾ, ഒരു ആന്തരിക വെളിപ്പാട് നിമിത്തം ദൈവപുത്രനായ യേശുവിനെ അറിഞ്ഞ ആളായിട്ട് പോലും സംശയം യോഹന്നാൻ സ്നാപകനുണ്ടായി. और हमें यहाँ ध्यान देना है कि यूहन्ना को इसलिए शंका हुआ कि इंतजार करना है या दूसरा व्यक्ति के लिए इंतजार करना है, ऐसा इसलिए पूछा क्योंकि यूहन्ना स्वयं बंदीगृह में है और उन्होंने ऐसा सोचा कि यीशु मसीह जो मसीहा होते तो वो आते, उनको बंदीगृह से बचा लेते। तो ऐसा जब नहीं हुआ तो उसके अंदर ऐसा शंका हुआ कि असली में क्या यही परमेश्वर का पुत्र है जो पाप को हराने वाला है। as an introduction ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്, കർത്താവിന്റെ ഒന്നാമത്തെ വരവിൽ യഹൂദന്മാരുടെ അന്നത്തെ രാജാവിന് കർത്താവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, പരീശന്മാർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല, പുരോഹിതന്മാർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല, ശാസ്ത്രിമാർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല, ശിഷ്യന്മാരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു, കുടുംബാംഗങ്ങൾ യേശുവിൽ വിശ്വസിച്ചില്ല. എന്നാൽ ദൈവിക വെളിപ്പാട് പ്രാപിച്ച വ്യക്തിക്ക്, കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്ന വ്യക്തിക്ക്, ഡിവോഷൻ ഉണ്ടായിരുന്ന വ്യക്തിക്ക് കർത്താവിനെ കർത്താവായി തിരിച്ചറിയുവാനും ആ കർത്താവിന്റെ വരവിന്റെ ഗുണഭോക്താക്കളാകുവാനും കഴിഞ്ഞു. ഇന്നും ഇത് തന്നെ സംഭവിക്കുവാൻ സകല സാധ്യതയും. और ये मैंने अभी तक पहले आगमन के अंदर
इजराइल के जो धर्मी जो व्यक्ति अपने आप को जो धर्मी समझते थे, वो यीशु मसीह को पहचान नहीं पाए। जो फरीसी लोग जो थे, जो न्यायाधीश लोग जो थे, जो उनके नेता और राजा लोग थे, वो कोई भी यीशु मसीह को पहचान नहीं पाया। लेकिन वो 3 व्यक्ति यीशु मसीह को पहचाना, जिसके अंदर भक्ति था, जिसके अंदर धार्मिकता था और प्रकाश था। वो यीशु मसीह के पहले आगमन को पहचाना, तब वो यीशु मसीह को पहचाना। उसी प्रकार आजकल दुनिया के अंदर जो दोबारा आगमन के लिए बाट जोते हैं, वो ही पहचान पाएंगे जो इस प्रकार अपना जीवन को बिताते हैं। ആകട്ടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞ ഭാഗം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായമാണല്ലോ, 25-ാം അധ്യായം. ഈ അധ്യായങ്ങളിൽ കർത്താവ് പറഞ്ഞ വസ്തുത, അതിനെ നമുക്ക് ഒന്ന് വിചിന്തനം ചെയ്യാം. यीशु मसीह की दोबारा आगमन में यीशु मसीह स्वयं उनके बारे में जो बताया है, मत्ती रचित सुसमाचार 24वीं अध्याय और 25वीं अध्याय के अंदर खास करके उनकी दोबारा आगमन के बारे में बताया है, वो हम देखते हैं. അവിടെ കർത്താവ് തന്റെ വരവിനെ സംബന്ധിച്ച്, അതേ വരവിന്റെ 2 മുഖങ്ങൾ അല്ലെങ്കിൽ ഘട്ടങ്ങൾ, അതിനെ ഏകീകരിച്ചുകൊണ്ട് അവിടെ സംസാരിച്ചിരിക്കുന്നു എന്ന് വേദശാസ്ത്രികൾ അഭിപ്രായപ്പെടുന്നു. എങ്ങനെയും ആയിക്കൊള്ളട്ടെ, കർത്താവിന്റെ അടുത്ത വരവിനെ സംബന്ധിച്ച് കർത്താവിന് നമ്മളോട് പറയാൻ ഉണ്ടായിരുന്നത് വരുന്ന സമയത്തെ കുറിച്ചുള്ള കാര്യമല്ല. കർത്താവിന്റെ എംഫസൈസ് നമ്മൾ ശ്രദ്ധിക്കണം. ആ വരവിൽ നമ്മൾ എടുത്തുകൊള്ളപ്പെടുവാൻ, അതിന്റെ ഗുണഭോക്താക്കളാകുവാൻ, അതിന്റെ കൺസ്യൂമേഴ്സ് ആയി തീരുവാൻ കഴിയണമെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് എ ലൈഫ് സ്റ്റൈൽ വി നീഡ് ടു ഹാവ്, അത് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നു. और ये दोनों अध्याय के अंदर यीशु मसीह की आगमन कब होगा, किस दिन होगा, किस क्षण में होगा, वो नहीं बताया है। लेकिन उनके आगमन में हमें भागी होना है, साथ में जाना है, तो हमें हमारा जीवन को, धर्मी जीवन को किस प्रकार बिताना है, वो ज्यादा यीशु मसीह स्वयं वहां पर बताया है. വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുവാനാണ് താല്പര്യപ്പെടുന്നത്. जल्दी से कुछ बातों को मैं बताना चाहता हूँ. ഹിന്ദിയിൽ ഇങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ, സമസ്ദാരോं के लिए इशारा काफी है. സോ ഈ നമുക്ക് വിശദമായ പഠനത്തെക്കാളും ദൈവവചന പരിജ്ഞാനമുള്ളവർക്ക് ജസ്റ്റ് സിഗ്നൽ തന്നാൽ മതിയല്ലോ, ഇഷാര മതിയല്ലോ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ. जो हम परमेश्वर के वचन की गहराई में हम सब जानते हैं, तो हमें इतना ज्यादा उसमें जाने की जरूरत नहीं है, लेकिन इशारों के द्वारा ही हम अच्छी तरह उनको समझ सकता है. നമുക്കറിയാം, കർത്താവിന്റെ വരവ് സംബന്ധിച്ച് ദൈവമക്കൾക്ക് പഠനം ലഭിക്കുമ്പോൾ പഠനം ലഭിക്കാൻ കാരണമായി നമ്മൾ കാണുന്ന ഘടകം ഒരുങ്ങുവാൻ വേണ്ടിയാണല്ലോ. और हम जो है यीशु मसीह की आगमन के लिए बाट जोते हैं और उसके बारे में हम बहुत इंतजार कर रहे हैं. അത് ഒരുങ്ങാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. और यीशु मसीह की आगमन के लिए हम स्वयं तैयार होने के लिए, अपने आप को तैयार करने के लिए हम दोबारा आगमन के बारे में पढ़ते हैं, सीखते हैं. എന്നാൽ ഒരു കാര്യം കൂടെ, അതിന്റെ ഒരു മറുവശം കൂടെ നമ്മൾ ചിന്തിക്കണം. ഈ ഒരുക്കം എന്ന് പറയുന്നത് ഒരു സാഹചര്യത്തിന്റെ വെളിച്ചത്തിൽ, ഒരു പശ്ചാത്തലത്തിന്റെ വെളിച്ചത്തിൽ, ഒരു അടയാളത്തിന്റെ വെളിച്ചത്തിൽ മാത്രമായിരിക്കരുത്. और हम जो आगमन के लिए तैयार होना है जो कहते हैं, वो किसी चिन्ह और चमत्कार की वजह से नहीं होना चाहिए. ഫോർ എക്സാമ്പിൾ, ഒരു സ്കൂളില് ടീച്ചേഴ്സിനെ ഇൻസ്പെക്ഷന് വിധേയരാക്കുവാൻ ഇൻസ്പെക്ടേഴ്സ് വരുന്നു എന്ന് കരുതുക. और ऐसा एक अनुमान करे कि किसी स्कूल के अंदर टीचर्स जो है वहां पर इंस्पेक्शन के लिए, स्कूल की देखभाल करने, देख रेखा करने के लिए आने वाला है. AEO അല്ലെങ്കിൽ അതുപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഹയർ ഒഫീഷ്യൽസ് ടീച്ചേഴ്സിന്റെ ഇൻസ്പെക്ട് ചെയ്യാൻ വരുമ്പോൾ, ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഓർക്കുന്നു, ടീച്ചേഴ്സിന്റെയും ബ്ലാക്ക് ബോർഡിൽ സബ്ജക്ട് എഴുതും, ഡേറ്റ് എഴുതും, സ്ട്രെങ്ത് എഴുതും, പിന്നെ ഡസ്റ്റർ അവിടെ മേശപ്പുറത്ത് വെക്കും, ഒരു ചൂരൽ വടി വെക്കും, പിന്നെ അവർ പഠിപ്പിക്കുവാനുള്ള ആ ബുക്ക് അവിടെ വെച്ചിരിക്കും, പിന്നെ അറ്റൻഡൻസ് രജിസ്റ്റർ അവിടെ വെച്ചിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട്, ആപ്റ്റ് ആയിട്ട്, വളരെ
ഭംഗിയായിട്ട് കൃത്യമായിട്ട് എല്ലാം ടീച്ചേഴ്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. और हम देखते हैं कि ये जो इंस्पेक्टर एजुकेशन डिपार्टमेंट से हो या ऐसे उन्नत अधिकारी जब आने वाला है तो टीचर्स लोग उस दिन खास करके उन लोग आने से पहले ब्लैक बोर्ड जो है बहुत साफ करके रखेगा, अपने टेबल पे साफ करने की चीज, ब्लैक बोर्ड में लिखने का चौक वगैरह सब तैयार रखकर उस दिन वो खास ध्यान अपनी पढ़ाई में या पढ़ाने में वो बहुत ध्यान रखेगा. എന്നാൽ നമുക്കറിയാം ആ കാര്യം അന്ന് ഒരു ദിവസമായിട്ട് ചെയ്യേണ്ട കാര്യമല്ല, എല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കണമായിരുന്നു. लेकिन वो जो उस दिन इंस्पेक्शन के दिन में जो करते हैं वो चीज वो हर रोज करना चाहिए. ബെസ്റ്റ് ടീച്ചേഴ്സ്, അത് വളരെ മോഡൽ ആയിട്ടുള്ള റോൾ മോഡൽ ആയിട്ടുള്ള ടീച്ചേഴ്സ്, അവരെ ഇൻസ്പെക്ഷൻ വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഒരുങ്ങേണ്ട ആവശ്യമില്ല, ഒരുങ്ങത്തുമില്ല. ഫോർ ദം that's another day as usual. എല്ലാ ദിവസം പോലെ തന്നെ അവർക്ക് ഒരു ആ ദിവസവും കാര്യം എന്നും അവർ അപ്രൈറ്റാ, എന്നും അവർ പ്രിപ്പയർഡാ, എന്നും അവര് അപ് ടു ദ മാർക്കാ അവരുടെ വേ ഓഫ് ഹാൻഡ്ലിങ് ആൻഡ് ടീച്ചിങ്. ഇതുപോലെ ആയിരിക്കണം ദൈവമക്കൾ. ഒരു സംഭവം കൊണ്ടോ ഒരു പ്രത്യേക അടയാളം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടം നിമിത്തമോ അല്ല നമ്മൾ ഒരുങ്ങേണ്ടത്. ദൈവമക്കളാണോ നമ്മൾ എപ്പോഴും ഒരുപോലെ ഒരുങ്ങി അപ്രൈറ്റ് ആയിട്ടിരിക്കണം. और हम देखते हैं कि जो अच्छा टीचर होता है, जो अच्छी शिक्षक होता है, वो शिक्षक हर रोज उस इंस्पेक्शन के दिन के समान तैयार रहता है. वो अपने आप बच्चों को पढ़ाने के लिए अपने आप तैयार अच्छी तरह होते हैं, ब्लैक बोर्ड वगैरह सही रखते हैं और उनके लिए इंस्पेक्शन का जो दिन है एक साधारण दिन के समान होता है. उसी प्रकार जो हम परमेश्वर के आगमन के लिए तैयार बाट जोते हैं, हर रोज हमारी तैयारी वैसा ही होना चाहिए. जो प्रभु की आगमन कभी भी आए हम तैयार होना चाहिए. ऐसा नहीं है कि हमारे जीवन में कोई चिन्ह हुआ, चमत्कार हुआ, कुछ अच्छी बात हुआ तो उनके आगमन के लिए हम खास तैयार करें, ऐसा नहीं होना चाहिए. വേദപുസ്തകത്തിൽ 24-ാം അധ്യായത്തിൽ, അതായത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന അതേ നിർദ്ദേശങ്ങൾ നമുക്ക് ഒന്ന് വിലയിരുത്താം. और मत्ती रचित सुसमाचार 24वीं अध्याय के अंदर परमेश्वर के लोगों को कैसे रहना है, उन बातों के बारे में हम थोड़ा ध्यान दें. കർത്താവ് അനേക കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ രത്ന ചുരുക്കമാണ് ഇവിടെ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. और पूरे अध्याय के अंदर जो भी दिया है उसको मैं संक्षेप में आपको जल्दी से बताना चाहता हूँ. മത്തായിയുടെ സുവിശേഷം 24:42 നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പി. और मत्ती 24:42 में ऐसा लिखा है, इसलिए जागते रहो क्योंकि तुम नहीं जानते कि तुम्हारा प्रभु किस दिन आएगा. 24:13 എന്നാൽ അവസാനത്തോടെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. और 24:13 में ऐसा लिखा है कि अंतिम दिन तक, अंतिम समय तक जो सहन करेगा, सहन करते हुए रहेगा, धीरज रखेगा, वो उद्धार को पाएंगे. 44-ാം വാക്യം, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പി. और 44वीं आयत में लिखा है, इसलिए तुम भी तैयार रहो क्योंकि जिस समय के विषय में तुम सोचते भी नहीं हो उस समय मनुष्य का पुत्र आ जाएगा. 45-46 വാക്യം, എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച് വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. और 45 और 46 में ऐसा लिखा है कि जो विश्वास योग्य और बुद्धिमान दास जो अपने स्वामी को खाना पिलाने में जो हमेशा तैयार रहते हैं वो भाग्यवान है. വീണ്ടും വായിക്കുന്നു, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്ത്. 25-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. और 25:4 में हम देखते हैं कि जो बुद्धि वाले जो कुंवारी थे वो अपनी दीवट के अंदर तेल की तैयारी भी इंतजाम किया था.
25-27 നീ എന്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എന്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. और 25 की 27 में लिखा है कि तो तुझे चाहिए था कि मेरे धन सरफरों को दे देते, तब मैं आकर अपना धन ब्याज समेत ले लेता. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ വാക്യങ്ങളുടെ അന്തസത്ത ഓരോരോ വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. നമ്പർ 1, നമുക്ക് there should be a quality of endurance, സഹിഷ്ണുതയോടെ കാത്തിരിക്കുന്ന ഒരുങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. और इन आयनों के अंदर से मैं सारी बातों को फिर से आपको समझाना चाहता हूं. उसमें सबसे पहली बात, हमारे अंदर धीरज या सहनशीलता का स्वभाव या उसका गुण होना चाहिए. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നീങ്ങാതെ വരുമ്പോൾ ഇട്ടെറിഞ്ഞു പോകുന്ന, പിന്മാറിപ്പോകുന്ന സ്ഥിതിയല്ല, സഹിച്ചു നിൽക്കുന്ന. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ച പോലെ കാര്യങ്ങൾ നീങ്ങണമെന്നില്ല, നമ്മുടെ നേതൃത്വം നീങ്ങണമെന്നില്ല, നമ്മുടെ കൂട്ടുവിശ്വാസികളാകണമെന്നില്ല, സഭ ഒന്നടങ്കം അങ്ങനെ ആകണമെന്നില്ല. എന്നാൽ ഏത് പ്രതിസന്ധി, ഏത് വിധത്തിലുള്ള ആത്മീയമോ ഭൗതികമോ ശാരീരികമോ സാമൂഹികമോ ഗാർഹികമോ ആയ ഏത് പ്രതിസന്ധിയിലും നമ്മൾ ആരായിരിക്കണം? സഹിഷ്ണുതയോടെ പിടിച്ചു നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് വേണം. और यही बताते हैं कि हमारी मानसिक अनुभव, मानसिक अवस्था वो होना चाहिए कि हमारे जीवन में जब तकलीफ आता है, संकट आता है, समस्या आता है, तब हम सब कुछ छोड़ के वापस चला जाना नहीं चाहिए. हो सकता है कि हम जैसे सोचते हैं, आशा रखते हैं, हमारी कलीसिया की जो नेता लोग हैं, हमारी सब विश्वासी लोग जो है, हम जिस पर भरोसा रखते हैं, वो हमसे सही रीति से व्यवहार ना करे, तो हम ये सब कुछ छोड़कर क्रोध में वापस नहीं जाना चाहिए. सब कुछ सहन करने का, धीरज रखने का एक गुण और स्वभाव हमारे अंदर होना चाहिए. രണ്ടാമതായിട്ട് കർത്താവ് പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്, there should be a quality of being alert. നമ്മള് അതേ ഏത് സമയവും ഉണർന്നിരിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങാതെ ജീവിക്കണമെന്നല്ലല്ലോ, ഒരു ഉണർന്നിരിക്കുന്ന അകബോധമുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിരിക്കണമെന്നാണ്. वहां पर यीशु मसीह ने बताया हुआ दूसरी गुण वो है कि हमेशा हम चौकस रहना चाहिए. उसका मतलब ऐसा नहीं है कि हम सोना ही नहीं, हम तो ऐसा जी नहीं सकते, लेकिन कभी भी हो 24 घंटा हमें जागते रहना चाहिए. हमारे मन के अंदर उनकी आगमन के बारे में विचार होना चाहिए और हमेशा हम उसकी तैयारी में रहना चाहिए. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ഒരു ഇൻഫന്റ് ബേബി ഉള്ള മദർ, ഒരു കൈക്കുഞ്ഞുള്ള ഒരു അമ്മ കട്ടിലേൽ കുഞ്ഞിന്റെ കൂടെ കിടക്കുന്നത്. പക്ഷേ ആ അമ്മ ഗാഠനിദ്രയിലായിട്ട് ഒരു ബോധവുമില്ലാതെ കുഞ്ഞിന്റെ പുറത്തോട്ട് മറിഞ്ഞു കിടക്കുന്ന, തിരിഞ്ഞു കിടക്കുന്ന സ്ഥിതി, കുഞ്ഞിന്റെ കയ്യ് ഈ അമ്മയുടെ ശരീരത്തിന് അടിയിൽ ചെന്നിട്ട് അമുങ്ങിപ്പോകുന്ന സ്ഥിതി, ഇതൊന്നും ഉണ്ടാകത്തില്ല. വേറെ കുഞ്ഞ് ഒരു ചെറിയ അനക്കം, ഒരു ചെറിയ മുരടിച്ച്, അല്ലെങ്കിൽ ഒരു ചെറിയ കരച്ചില്, എന്തെങ്കിലും കുഞ്ഞിനൊരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഉടൻ തിരിച്ചറിഞ്ഞ് അലർട്ടായി ഉണർന്ന് ചെയ്യേണ്ടത് ചെയ്യുന്ന ഒരു അമ്മ. ആ അമ്മ ഉറങ്ങുന്നുവെങ്കിലും അലർട്ട് ആയിരിക്കും. ആ സ്ഥിതിയാണ് നമുക്ക് ജീവിതത്തിൽ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. उदाहरण के रूप में मैं ऐसा बताना चाहता हूं कि एक माताजी जिसके पास एकदम नई छोटी सी नन्ही सी बच्चा जिसको अभी उनके हाथ में है, तो भले वो सोती है अपने बच्चे के साथ बिस्तर में सोती है, वो इतनी गहरी नींद में नहीं जाती जहां पे वो उल्टा पुल्टा अगर सोती है, हिलता है तो अपनी बच्चे के ऊपर गिर पड़े और उनको नुकसान पहुंचे. ऐसा कभी भी वो गहरी नींद में नहीं जाती है. बच्चा थोड़ा सा रोती है या हिलता है तो तुरंत जाग के उस बच्चे की ओर उसकी ध्यान जाता है. उसी प्रकार परमेश्वर चाहता है कि हम भी जागते रहे और तैयार होते रहे. ऐसा नहीं चाहते कि हम कभी हमेशा 24 घंटे जागते रहे. അടുത്തതായി തിരുവചനം പറയുന്നു, കർത്താവ് പറഞ്ഞു ക്വാളിറ്റി ഓഫ് ബീയിങ് വിജിലന്റ്. വിജിലന്റ് ആയിട്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് വേണം. और तीसरी बात जो है, हमें जागरूक रहना चाहिए. നമ്മൾ നനയ്ക്കാത്ത നാഴികയിൽ അതേ കർത്താവ് വരും എന്നുള്ള
കഴിഞ്ഞാൽ അതുപോലെ വിജിലന്റ് ആയിട്ടിരിക്കുവാൻ വേണ്ടിയാണ്. और यीशु मसीह ने ऐसा इसलिए समय नहीं दिया है, वो जब हम सोचते हैं उस समय वो नहीं आते, कभी भी वो आ सकते हैं, इसलिए हमेशा हम तैयार होना चाहिए, जागरूक रहना चाहिए उनके आगमन के लिए। അടുത്തതായി കർത്താവ് പറഞ്ഞത് ക്വാളിറ്റി ഓഫ് അൺവേവറിംഗ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമുക്കുണ്ടായിരിക്കണമെന്നാണ്. और अगला गुण जो यीशु मसीह हमसे चाहता है वो ये है कि हमें हमारे अंदर स्थिरता होना चाहिए, स्थिर, हर बात में हमें स्थिर रहना चाहिए। ഇവിടെ കർത്താവ് അതിനെ ഉപയോഗിച്ച ഉപമയില് യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് കണ്ടിട്ട് ദാസൻ എന്ത് ചെയ്തു? തിന്ന് കുടിച്ച് അതേ വളരെ മോശമായിട്ട് സബോർഡിനേറ്റ്സിനോട് ഇടപെടുന്ന സ്ഥിതിയെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. और यहाँ पर हम देखते हैं कि जो उदाहरण यीशु मसीह देता है वहां पर स्वामी के लिए सेवा करने वाले जो दो तरह के सेवक लोग हैं उनके बारे में वो बताते हैं, एक बुद्धि वाले और दूसरा बुरा सेवक। അപ്പോൾ നമ്മൾ ക്വാളിറ്റി ഓഫ് അൺവേവറിംഗ് ഏതാ? കർത്താവിന്റെ വരവ് താമസിക്കുന്നു എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ വേറൊരു ഐഡിയ വന്നു, എന്തോ അതിനകത്ത് അർത്ഥമിരിക്കുന്നത്, ഇങ്ങനെ പോയാൽ എങ്ങനെ ആയിത്തീരും, ഇപ്പൊ എങ്ങനെയും 10 പൈസ ഉണ്ടാക്കേണ്ട സമയമാണ്, by whatever means let me go for it എന്നൊന്നും ചിന്തിക്കുന്ന ആളായിരിക്കാൻ പാടില്ല. പകരം ഏത് സമയത്തും കർത്താവിന്റെ വരവ് താമസിച്ചാലും അല്ലെ ഉദ്ദേശിക്കുന്നത് പോലെ സംഭവിച്ചാലും നമ്മളുടെ ആയുസ്സിൽ നമ്മൾ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ആരായിരിക്കണമെന്ന് എഴുതിയിരിക്കുന്നത്? ബുദ്ധിമാനും വിശ്വസ്തനുമായ ഒരു സൂപ്പർവൈസറിനെ പോലെ നമ്മൾ ദൈവത്തെ ഭൂമിയിൽ റെപ്രസെന്റ് ചെയ്യണം. और वहां पर ऐसा नहीं होना चाहिए कि यीशु मसीह के आगमन में थोड़ा सा देरी हो गया तो हम ऐसा सोचने लगे कि वो उसका आने में देरी है, वो नहीं आएंगे, चलो हम अपनी जीवन को अपनी इच्छा के अनुसार बिताते हैं, अभी पैसा बनाने का समय है तो हम पैसा बनाने के पीछे भाग दौड़ करें, अपनी इच्छा के अनुसार भाग दौड़ करें। ऐसा नहीं होना चाहिए। जैसे यीशु ने उस उदाहरण में बताया, बुद्धिमान और अपने लिए सब कुछ अपने स्वामी के लिए करने के लिए, स्वामी के अनुसार कहने के अनुसार करने के लिए अपने आप को हमेशा तैयार रखना चाहिए। അടുത്തതായി കർത്താവ് പറഞ്ഞ ക്വാളിറ്റി ഓഫ് പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പേര് ബുദ്ധിയുള്ള കന്യകമാരായിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞ ഏക കാരണം, ദ ഓൺലി ഡിഫറൻസ്, ദേ വേർ പ്രിപ്പയർഡ്, ഒരു ഇവൻച്വാലിറ്റിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരുന്നു. അവർ പാത്രത്തിൽ എണ്ണ കരുതി എന്ന് പറഞ്ഞാൽ സാഹചര്യം ഏതു വിധത്തിലും നാളെ ആകാം. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചതോ പ്രതീക്ഷിച്ചതോ കണക്ക് കൂട്ടിയതോ വിശ്വസിച്ചു വെച്ചതോ ഒന്നും ആകണമെന്നില്ല. പക്ഷെ ആ സമയത്തും നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടാതെ, ഒരുക്കം നഷ്ടപ്പെടാതെ, അതെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുന്ന മുൻകരുതലുള്ള ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത്. फिर जो गुण जो यीशु मसीह हमसे चाहता है, 10 कुंवारियों के उस उदाहरण के द्वारा ये बताना चाहता है कि उसमें से जो 5 कुंवारी लोग जो बुद्धिमान थी, वो अपने आप अपनी मशालों के अंदर जो तेल को रखा था तैयार अलग से। उसका मतलब यही है कि यीशु मसीह की आगमन में और देरी होते हैं, कुछ भी अनुभव जीवन में आने दो, लेकिन यीशु मसीह की आगमन की तैयारी हम पूर्ण रीति से हमेशा तैयार होकर रहना चाहिए। वो उस उदाहरण के रूप में हमें सिखाता है। അടുത്തതായി കർത്താവ് പറഞ്ഞ പോയിന്റ് അല്ലെങ്കിൽ ആദർശം ക്വാളിറ്റി ഓഫ് പ്രോആക്റ്റീവ്നെസ്. അതേ, ദാസന്മാരെ താലന്ത് ഏൽപ്പിച്ചു. അതിൽ ഒരുവൻ ആരായിരുന്നു? മടിയനായിരുന്നു. അവൻ എന്ത് ചെയ്തു? താലന്ത് കുഴിച്ചിട്ടു. അങ്ങനെ നമ്മളാകാൻ പാടില്ല. പകരം ബിസിനസ് ചെയ്യണം. കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ ആദ്യമായി പറഞ്ഞ വാക്കായിട്ട് വേദോസ്തത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഐ ആം ഇൻ മൈ ഫാദേഴ്സ് ബിസിനസ്. അതേ, കർത്താവ് പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ചത് മടിയന്മാരായി അലസന്മാരായി കുഴിച്ചിടുന്നവരായിട്ടല്ല, പകരം വി ഷുഡ് ബി പ്രോആക്റ്റീവ്. और फिर जो आखिरी में जो हमने पढ़ा उसमें यही लिखा है कि जो तांडों को देकर जो गया, जो स्वामी जो गए थे अपने सेवकों को, उसमें से एक ने आलसपन में उनको
उनको जो दिया हुआ एक सिक्के को उन्होंने जमीन के अंदर गाड़ के रख दिया। तो जब स्वामी वापिस आता है तो उसकी हिसाब को जब मांगता है तो वो कहता है कि कम से कम तू उधार किसी को देकर उसका ब्याज मुझे लेकर वापस मिलता तो कितना अच्छा होता। ये कहने का मतलब यही है कि हमें दिया हुआ तांडों को अच्छी तरह हमें भी उपयोग करना चाहिए। यीशु मसीह की राज्य में की बढ़ोतरी के लिए हमें उसे उपयोग करना चाहिए। हमारे जीवन में आलसपन नहीं होना चाहिए। जो प्रभु देता है उसे गाड़ के रखना नहीं चाहिए। ഈ ഒരു താലന്ത് കിട്ടിയ ആള് തീർത്തും മടിയനാണെന്ന് എനിക്ക് ചിന്തയില്ല. കാര്യം കർത്താവ് തന്നെ പറഞ്ഞു, ഈ ഒരു താലന്ത് കിട്ടിയവൻ എന്ത് ചെയ്തു? കുഴിച്ച് ഇട്ടു എന്ന്. താലന്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്തു നോക്കിയ, ഹാർഡായിട്ടുള്ള ഒരു ലെയർ ആയിരുന്നെങ്കിൽ അവിടെ കുഴിക്കണമെങ്കിൽ എന്തു പാടാ. പാര കൊണ്ടുവരണം, ചിരട്ട കൊണ്ടുവരണം, വെള്ളം ഒഴിച്ചേച്ച് ആ നിലം കുതിർക്കണം, പിന്നെന്ത് വേണം, അത് മണ്ണ് മാറ്റണം. എന്ത് പാടാ ഒരു കുഴി കുഴിക്കാൻ, വലിയ ഉറപ്പുള്ള തറയാണെങ്കിൽ. അപ്പോൾ ഇച്ചിരി മെനക്കെട്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ വിഷയം എന്തായിരുന്നറിയാമോ? ഹിസ് ഐഡിയ അബൌട്ട് ഹിസ് ലോർഡ് ഓർ മാസ്റ്റർ വാസ് കൈൻഡ് ഓഫ് എന്താ പറയുക, പെർവേർട്ടഡ് ആയിരുന്നു. തന്റെ യജമാനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വികലമായതുകൊണ്ട് അദ്ദേഹം ആരായി മാറി? മടിയനായി മാറി, ദുഷ്ടനായി മാറി. यहाँ पर मैं ये खास करके बताना चाहता हूं कि एक तोड़ा मिलने वाला जो व्यक्ति था वो एकदम आलसी नहीं होंगे, क्योंकि उसने खड्डा खोदने के लिए कई मेहनत किया होगा, कुल्हाड़ी लाया होगा, पत्थर लाकर पत्थरों को हटाया होगा, कुल्हाड़ी से खड्डा खोदा और फिर उस सिक्के को अंदर डाला, फिर उसे मिट्टी से गाड़ा। मतलब उसने उसको संभाल के रखने के लिए बहुत मेहनत किया। लेकिन वहां पर जो गड़बड़ ये हुआ कि उनके स्वामी के बारे में जो उनकी दृष्टिकोण था वो गलत निकला, इसलिए उसने उस तोड़े को ठीक रीति से उपयोग नहीं किया। കർത്താവ് അന്നേരം പറഞ്ഞു, ശ്രദ്ധിക്കണം, നിനക്ക് വയ്യായിരുന്നെങ്കിൽ, നിന്നെ കൊണ്ട് ഒക്കുന്നില്ല എങ്കിൽ ഒരു കാര്യം ചെയ്താൽ പോരായിരുന്നു, നീ കയ്യും കെട്ടിയിരുന്നു, പക്ഷെ അത് കൊടുക്ക ആരുടെ കയ്യില്? പൊന്മാണിഭക്കാരുടെ കയ്യില്. അവരെങ്കിലും അത് വെച്ച് ബിസിനസ് ചെയ്ത് എനിക്ക് സമയമാകാൻ നേരത്തെ ലാഭം കിട്ടുമായിരുന്നല്ലോ, നിന്നെ ഏൽപ്പിച്ചത് നിമിത്തം. और उनकी स्वामी जब वापिस आता है तो यही उस व्यक्ति को कहता है कि तू दुष्ट और आलसी है, लेकिन कम से कम तू उस एक सिक्के को सरोफा को देते थे तो वो अपना धंधा कर कर उससे ब्याज कमा के मुझे मिल जाता। ये कम से कम तो इतना तो कर सकता था, ऐसा वो उस दास को कहता है। ചിലരുണ്ട് കർത്താവിന്റെ വേല ചെയ്യത്തുമില്ല, ചെയ്യിക്കത്തുമില്ല. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ മാത്രമായിട്ട് ജനിച്ച കുറച്ചു പേരുണ്ട്. और ऐसे कुछ लोग आज भी होते हैं जो खुद मसीह के लिए मेहनत नहीं करते हैं, सेवा नहीं करेंगे और करने वाले को आगे बढ़ने भी नहीं देगा। वो उनकी गलत बातों को ढूंढकर, उनकी गलतियों को बताकर उन्हें निराश करेंगे, पीछे खींचेंगे। അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് നമ്മുടെ ഒരുക്കം എന്ന് പറയുന്നത് ഡേറ്റ് നിമിത്തമല്ല, സീസൺ നിമിത്തമല്ല, ഇയർ നിമിത്തമല്ല, ഇൻസിഡൻസ് നിമിത്തമല്ല. ബൈ നേച്ചർ നമ്മൾ ഇങ്ങനെ അലേർട്ടായി, ആക്റ്റീവായി, അതെ 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 ഉണർന്നിരിക്കുന്നവരായിട്ട്, പ്രിപ്പയർഡ്നെസ് ഉള്ളവരായിട്ട് ഇരിക്കുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. और यहाँ पर इन जो बातों को हमने देखा उससे यही हमें मालूम पड़ता है कि यीशु मसीह की आगमन की कोई तारीख, कोई साल या कोई महीना या इस क्षण में आएगा ऐसा कर कर हमें नहीं इंतजार करना है, या हमें कोई चमत्कार की वजह से, यीशु मसीह की कोई भले काम की वजह से नहीं हमें इंतजार करना है। हर घड़ी हर समय यीशु मसीह की आगमन की तैयारी में हमें रहना चाहिए। ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ആ വിഷയം പറയുവാൻ താല്പര്യപ്പെടുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. एक उदाहरण बताकर उस बात को और तुम्हें समझाने को चाहता हूँ। ഞാൻ ഒരിക്കൽ കേരളത്തിൽ ചെങ്ങന്നൂരിൽ നിന്ന് കണ്ണൂർ വരെ യാത്ര ചെയ്യുകയായിരുന്നു. मैं एक समय पर केरल के अंदर चेंगन्नूर से लेकर कन्नूर तक यात्रा किया।
അപ്പൊ ട്രെയിനിൽ രാത്രിയിലായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 7 hours ആണ് ആ ജേർണി. और ट्रेन में मैं यात्रा कर रहा था, करीबन 7 घंटा उसका समय लेता है. ഞാന് വളരെ ക്ഷീണിച്ചായിരുന്നുകൊണ്ട് കേറിയ ഉടനെ തന്നെ ടിക്കറ്റ് കാണിച്ചിട്ട് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. और मैं बहुत थका हुआ था, इसलिए जैसे ही मैंने गाड़ी में प्रवेश किया, टीटी को टिकट दिखाकर मैं सो गया. ഞാന് പിന്നെ കണ്ണു തുറക്കുമ്പോൾ വണ്ടി ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. जब मेरी आंखें खुली, नजर खुली, तो गाड़ी एक स्टेशन में खड़ा था. ഞാൻ എന്റെ താഴത്തെ ബർത്തിൽ ഇരിക്കുന്ന ആളിനോട് ചോദിച്ചു, ഹലോ ഇത് ഏത് സ്റ്റേഷനാണ്? और नीचे बर्थ में जो बैठा था, मैंने उनको पूछा, हेलो ये कौन सा स्टेशन है? അദ്ദേഹം പറഞ്ഞു ഇത് കണ്ണൂരാന്ന് പറഞ്ഞു. उन्होंने ऐसा कहा कि ये कन्नूर है. അയ്യോ, എനിക്ക് അവിടെ ആയിരുന്നു ഇറങ്ങേണ്ടത്, ഞാൻ അറിഞ്ഞതേ ഇല്ല. ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി. और मैंने कहा अरे मुझे तो यहीं पे उतरना है, और एकदम से नींद खुली और मैं जल्दी से नीचे उतर गया. ശ്രദ്ധിക്കണം, ഞാൻ ആ യാത്ര ചെയ്തത് ഓൾമോസ്റ്റ് 7 hours. പക്ഷേ ഇതിനിടയ്ക്ക് ട്രെയിൻ എത്ര സ്റ്റേഷൻ പാസ് ചെയ്തു, എത്രയോ പേര് ചായ കാപ്പി വട എന്നും പറഞ്ഞ് അതുവഴി എല്ലാം പോയി. ഇതൊന്നും എന്നെ ഉണർത്തിയില്ല. ഞാൻ ഉണർന്നത് എന്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയപ്പോഴാണ്. और आप यहाँ पर खास ऐसा ध्यान देना कि मैं जैसे ही गाड़ी में बैठा, उस समय से जब मैं सोने लगा, ट्रेन कितने ही स्टेशन को पार किया होगा, कितने लोग चाय कॉफी खाना लेके ट्रेन से उसके अंदर से गुजरे होंगे, लेकिन मेरी आंखें खुली नहीं. जहां मुझे उतरना था, एकदम से मेरी आंखें खुल गई. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. अब मैं जो बताने जा रहा हूं उसको ध्यान से सुनना. നമ്മുടെ മരണം എന്ന് പറയുന്നത് ഒരു ഉറക്കമാണ്. हमारा जो मृत्यु है वो एक निद्रा के समान है. നമ്മൾ ഉണരുന്നത് കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോഴാണ്. और हम नींद में से जागेंगे कब? जब हमारा मसीहा की तुरी की आवाज को सुनेंगे. അപ്പൊ കർത്താവിന്റെ വരവ് ഇനി 1 കോടി വർഷം കഴിഞ്ഞാ സംഭവിക്കുന്നതെങ്കിലും और हमारी यीशु मसीह की आगमन 1 करोड़ साल के बाद भले हो, നമ്മൾ മരിക്കുമ്പോൾ ഉറക്കത്തിൽ പ്രവേശിക്കുക. हम जब मर जाएंगे तब हम नींद में या निद्रा के अंदर प्रवेश करेंगे. പിന്നെ ഉണരുന്നത് കർത്താവ് വരുമ്പോഴാണ്. और फिर हम जागेंगे जब यीशु मसीह आएगा. അപ്പോൾ കർത്താവിന്റെ വരവിന് തുല്യമാണ് നമ്മുടെ മരണം. और हमारा मसीहा की आगमन हमारी मृत्यु के समान है. എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണത്തിന് നമ്മൾ ഭൂകമ്പം ലക്ഷണമായിട്ടോ യഹൂദൻ എന്ന ജാതി ഒരു ലക്ഷണമായിട്ടോ അല്ലെങ്കിൽ യുദ്ധങ്ങൾ ഒരു ലക്ഷണമായിട്ടോ ഒന്നും നമ്മൾ കാണാറില്ലല്ലോ മരണത്തെ കുറിച്ച്. हमारी मृत्यु के बारे में कोई भूकंप की वजह से या कोई दुनिया की युद्ध की वजह से हम हमारी मृत्यु की ओर नहीं देखते हैं. उसी प्रकार കർത്താവിന്റെ വരവെന്ന് പറയുന്നത് നമ്മുടെ മരണത്തിന് തുല്യമായതുകൊണ്ട് പിന്നെ നമ്മൾ ഉണരുന്നത് കർത്താവിന്റെ വരവെങ്കിൽ ആയതുകൊണ്ട് ഈ ദേവദാസന്മാര് പഠിപ്പിച്ചിരുന്നു വേദപുസ്തകത്തിൽ കൂടെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്റെ ഗ്രാൻഡ് ഫാദർ അതിന് എക്സ്പേർട്ട് ആയിരുന്നു, സ്കോളർ ആയിരുന്നു. താൻ പറയുമായിരുന്നു ആത്മീയ ലക്ഷണം, മാർഗീയ ലക്ഷണം, പ്രാപഞ്ചിക ലക്ഷണം, ഇങ്ങനെ ലക്ഷണങ്ങൾ കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങളായ ലക്ഷണങ്ങളായ യഹൂദൻ എന്ന അത്തി തകർക്കുന്ന കാര്യം എല്ലാം പറയുമായിരുന്നു. പക്ഷേ ഓർക്കണം, നമ്മുടെ മരണവും കർത്താവിന്റെ വരവും തത്വത്തിൽ ഒന്നായതുകൊണ്ട് ഈ പറയുന്ന ലക്ഷണങ്ങൾ നിമിത്തമല്ല നമ്മൾ ഒരുങ്ങേണ്ടത്. നമുക്കൊരു മരണം ഏത് സമയവും സംഭവിക്കാം എന്നുള്ളത് പോലെ കർത്താവിന്റെ വരവും ഏത് സമയവും സംഭവിക്കാം എന്നതുപോലെ പിന്നെ നമ്മൾ ഉണരുന്നത് കർത്താവിന്റെ വരവിലെങ്കിലായതുകൊണ്ട് എല്ലാ സമയത്തും ഈ മുൻപേ പറഞ്ഞ എല്ലാ ക്വാളിറ്റി നമുക്ക് വേണം. और यीशु मसीह की आगमन जो है हमारी मृत्यु के जैसा है. हमारी मृत्यु कब आएगा हमें नहीं मालूम, उसी प्रकार यीशु मसीह की आगमन कब होगा मालूम नहीं. और हम एक बार निद्रा पाते हैं और फिर यीशु मसीह की आगमन में हम जी उठेंगे, जागेंगे. उसी प्रकार होना चाहिए. और ये इसलिए नहीं, ऐसा नहीं होना चाहिए कि
इसराइल जो राज्य है या अंजीर का पेड़ फिर से फलेंगे, उसका लक्षण को देखकर, या दुनिया के युद्धों को देखकर, या जो भूकंप जो बढ़ गया है उसको देखकर, या जो हमारे आजू बाजू जो घटनाएं यीशु मसीह के आगमन की ओर दिखाता है, सारे लक्षण को दिख रहा है, इसलिए हमें तैयार नहीं होना चाहिए। हमारी मृत्यु जैसे कभी भी आ सकता है, वैसा कभी भी यीशु मसीह का आगमन हो सकता है, इसलिए हमेशा हमें तैयार रहना चाहिए। मेरी जो दादाजी था इसके बारे में बहुत गहराई में सिखाते थे, लेकिन ये सारे विषयों के पीछे नहीं हमारी तैयारी होना चाहिए। हमें हमेशा के लिए यीशु मसीह के आगमन की तैयारी में रहना चाहिए। ശ്രദ്ധിക്കുക, അപ്പോസ്തലനായ പൗലോസ് താന് ഏറ്റവും ഒടുവിൽ തനിക്ക് ഓർമ്മയുള്ളത് കാരാഗ്രഹത്തിൽ കിടക്കുന്നതാ, തന്റെ കഴുത്തു വെട്ടുവാൻ അതേ പടയാളി വരുന്നതാ തന്റെ ഏറ്റവും ഒടുവിലത്തെ ഓർമ്മ. और पौलुस के बारे में हम जब देखते हैं, पौलुस की जो आखिरी विचार जब तब आता है जब उन्हें लगता है कि बंदीगृह में जो वो पड़े हैं, सैनिक लोग आएंगे और उनकी गला काट देंगे। അപ്പോൾ ഏറ്റവും ഒടുവിൽ തനിക്ക് ഓർമ്മയുള്ളത് തന്റെ കഴുത്ത് കാണിച്ചു കൊടുക്കുന്നതും ഒരു ശബ്ദം കേൾക്കുന്നു, ഈ വാള് വന്ന് തന്റെ കഴുത്ത് മുറിച്ചു, ആ നിമിഷം താൻ നിദ്രയിൽ പ്രവേശിച്ചു. और पौलुस को यही लगता है कि वो बंदीगृह में है, सैनिक लोग आएंगे, तलवार उठाएंगे, उनकी गला काटेंगे, तुरंत वो निद्रा में चले जाएंगे, और यही बात उसके मन में आया। ഇപ്പോൾ കർത്താവ് വരുന്നു എന്ന് കരുതുക, और अभी तुरंत मसीह की आगमन भी हो सकता है। അന്നേരം പൗലോസ് ഉയർത്തെഴുന്നേൽക്കും. और उस समय यीशु मसीह के आगमन में पौलुस दोबारा जी उठेंगे। പൗലോസിന്റെ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും? पौलुस जैसे ही जी उठेंगे, सबसे पहले वो क्या सोचेंगे? പൗലോസ് ഇങ്ങനെയായിരിക്കും ചിന്തിക്കുക, എന്റെ ദൈവമേ, ഞാന് എന്റെ കർത്താവിന് വേണ്ടി കഴുത്ത് കാണിക്കുന്ന ഓർമ്മയുണ്ടോ? അയ്യോ, കർത്താവ് ഇനി വന്നോ? पौलुस यही सोचेंगे कि यीशु मसीह के लिए मैं अपना गला सैनिकों के सामने रख के दिया और यीशु मसीह आ गया। അയ്യോ, ഞാൻ കാണിക്കാനിരുന്നു, കഴുത്ത് കാണിക്കാനിരുന്നു, കർത്താവ് ഇനി വന്നോ? मैं अपना गला देने के लिए तैयारी था और यीशु मसीह आ गया। ഇതിനിടയ്ക്ക് 2000 വർഷം കഴിഞ്ഞു, തന്റെ ലേഖനങ്ങൾ ആയിരക്കണക്കിന് ഭാഷകളിൽ തർജ്ജമ ചെയ്തു, ലക്ഷോപലക്ഷം സഭകൾ സ്ഥാപിച്ചു, കോടാനുകോടികൾ വിശുദ്ധന്മാർ രക്ഷിക്കപ്പെട്ടു. ഇതൊന്നും പൗലോസ് അറിഞ്ഞില്ല. എന്തുകൊണ്ട്? പൗലോസ് ഉറങ്ങുകയായിരുന്നു. ഉണർന്നപ്പോൾ തനിക്ക് ചിന്ത എന്താ? അയ്യോ, ഞാൻ കഴുത്ത് കാണിക്കാനിരുന്നു, എന്റെ കർത്താവ് വന്നല്ലോ. और पौलुस को ये नहीं मालूम कि उनका गला कटने के बाद करीबन 2000 साल निकल गए, कई लाखों कलीसिया का स्थापना हुआ, करोड़ों विश्वासी लोग यीशु मसीह के पीछे उनके चेले बन गए, उनके संतान बन गए। लेकिन यीशु मसीह के आगमन पे वो जब जी उठेंगे तो उन्हें ये सारी बातें मालूम नहीं होगा। उनका मन में यही बात आएगा कि अपना गला कटवाने के लिए जैसे ही उन्होंने दिखाया, यीशु मसीह आ गया। പ്രിയ ദൈവമക്കളെ, ഇതുപോലെ നമ്മളും എപ്പം മരിച്ചാലും കർത്താവിന്റെ വരവും നമ്മുടെ മരണവും തത്വത്തിൽ ഒന്ന് തന്നെയാണ്. और इसी प्रकार है प्रभु के लोगों, हमारे और आपके जीवन में भी जैसे हमारी मृत्यु होता है, हमारा सोना होता है, और यीशु मसीह के आगमन भी उसी प्रकार है, दोनों एक समान है। അതുകൊണ്ട് തന്നെ നമ്മൾ ട്രഡീഷണലായി ചിന്തിച്ചു വരുന്ന ഏതാ കർത്താവിന്റെ വരവിന്റെ ലക്ഷണമായി അത് നടക്കണം, ഇത് നടക്കണം, അതൊക്കെ ഉള്ളത് കൊണ്ട് കർത്താവിന്റെ വരവ് സമീപിച്ചു എന്നൊന്നും വിചാരിച്ചൊരു പ്രിപ്പയർഡ്നെസിന്റെ ആവശ്യമില്ല. Always be ready. और इसलिए प्यारो, हमें दुनिया के अंदर चलने वाली बातों को देखकर, घटनाओं को देखकर हमें ऐसा नहीं लगना चाहिए कि वो लक्षण, ये लक्षण की वजह से यीशु मसीह आने वाला है और हम तैयार हो। ऐसा नहीं, हर रोज हर क्षण में कभी भी यीशु मसीह की आगमन हो, हमें तैयार होना चाहिए। വേറൊരു കാര്യം കൂടെ പ്രത്യേകം പറയുവാൻ താല്പര്യപ്പെടുകയാണ്. एक और बात खास मैं आपको बताना चाहता हूँ। ശിഷ്യന്മാര് കർത്താവിനോട് ചോദിച്ചു, വരവെന്നാണ്? चेलों ने यीशु मसीह को पूछा कि तुम्हारा आगमन, दोबारा आगमन कब होगा? മത്തായി 24:36 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. मत्ती 26:36 में हम ऐसा पढ़ते हैं,
ആ നാളും നാഴികയും സംബന്ധിച്ച് എന്റെ പിതാവ് മാത്രമല്ലാതെ ആര് സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. और वहां पर यीशु ने अपने चेलों को ऐसा कहा कि वो समय और वो घड़ी मैं भी नहीं जानता हूं, सिर्फ मेरा पिता जानता है. ദൂതന്മാർക്കും അറിഞ്ഞൂടെ, കർത്താവിനും അറിഞ്ഞൂടെ, പിതാവിന് മാത്രം അറിയാവുന്നതാണ്. स्वर्गदूत भी नहीं जानते हैं, यीशु मसीह स्वयं नहीं जानते हैं, सिर्फ पिता परमेश्वर ही जानते हैं. അപ്പോസ്തലപ്രവൃത്തി 1:6-7 ഒടുവിലായിട്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാർ ചോദിച്ചു, അന്നേരം എന്താ പറഞ്ഞത്? प्रेरितों का काम के आखिरी अध्याय में जब स्वर्गारोहण कर रहा था यीशु मसीह, तब चेलों ने पूछा, तब यीशु मसीह ने क्या जवाब दिया? ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിൽ ഒരു രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. और जब चेलों ने ऐसा पूछा कि इस्राएल को फिर से नया करने के लिए, उसकी राज्य को स्थापना करने के लिए तू आने वाला है, कब आएगा? तब वो जब उन्होंने पूछा, तब यीशु ने जवाब दिया कि जो पिता के हाथ में है वो पिता करेंगे, वो मेरे हाथ में भी नहीं है. പ്രിയ ദൈവമക്കളെ, കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഭൂമിയിലായിരുന്നപ്പോൾ മിക്കവാറും വഴക്കു പറഞ്ഞാ സംസാരിച്ചെന്ന ഒരു വേദശാസ്ത്രം പറയുന്നത്. एक वचन का पंडित इस प्रकार कहते हैं, जब यीशु मसीह दुनिया में अपने चेलों के साथ रहते थे तो हमेशा चेलों को डांटते थे. അവർക്ക് എപ്പോഴാ രാജ്യം, എപ്പോഴാ അവർക്ക് സിംഹാസനം കിട്ടുന്നത്, എപ്പോഴാ കിരീടം ചൂടാൻ പറ്റുന്നത്, എപ്പോഴാണ് അവർക്ക് വാഴാൻ പറ്റുന്നത്, ഈ ഒരൊറ്റ ചിന്തയുള്ളായിരുന്നു. चेलों के मन के अंदर हमेशा यही विचार रहते थे कि परमेश्वर की राज्य कब आएगा, उसकी स्थापना कब होंगे, वो राजा कब बनेंगे, मुकुट उनके सिर पे कब गिरेंगे, यही बातों के बारे में वो सोचते थे. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞു, എനിക്കും അറിഞ്ഞുകൂടാ, ദൂതന്മാർക്കും അറിഞ്ഞുകൂടാ, നിങ്ങളും അതറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ പോയി പണി ചെയ്യുക. അടുത്ത വാക്യമാ പറഞ്ഞത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. और इसलिए यीशु मसीह ने कहा कि तुम भाई ये सब बातों को छोड़ो, परमेश्वर के राज्य के लिए मेहनत करो, पवित्र आत्मा तो तुम्हारे ऊपर आएंगे, यरूशलेम में, उसके आजू बाजू में, दुनिया के हर जगह पर, हर स्थान में जाकर मेरी गवाह बनोगे. ऐसा यीशु मसीह ने जवाब दिया. ഈ മടിയന്മാര്, അലസന്മാര്, പണി ചെയ്യാൻ വയ്യാത്തവര്, അവരുടെ ഒരു തൊഴിലാ സ്വർഗത്തിൽ എപ്പോ പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരിക്കാന്ന് പറയുന്നത്. और ये जो आलस लोग हैं, आलसपन जिसके अंदर है, वो हमेशा यही सोचते हैं कि यीशु मसीह के आगमन कब होगा, और सिर्फ बाट जोते हैं. 8 മണി തൊട്ട് 5 മണി വരെയാണ് ഡ്യൂട്ടി ടൈം. ഉച്ചയ്ക്ക് ലഞ്ച് കഴിയുമ്പോ തൊട്ട് തുടങ്ങുക ആളുകൾ സൈറൻ എപ്പോഴാ മുഴങ്ങുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ബാത്റൂമിലും പോയി അതുവഴിയും കറങ്ങി ഇതുവഴിയും കറങ്ങി ഡ്യൂട്ടി ചെയ്യാതെ സൈറൻ ജോലി ഓഫീസ് ടൈം തീരാൻ വേണ്ടി മെനക്കെട്ട് നടക്കുന്ന ഇനമായിട്ട് അങ്ങനെ കുറെ പേരായി തീരുകയാണ് നമ്മുടെ ഇടയിൽ. और हम देखते हैं कि अक्सर ऑफिसों के अंदर 8 से 5 ड्यूटी का टाइम है, लंच खत्म होते ही उनको घर जाने का सायरन कब बजेगा, बस यही सोच के बैठते हैं और फिर काम नहीं करते हैं, इधर उधर घूमते हैं, बाथरूम जाते हैं और समय को बिगाड़ते हैं. उनके मन में इंतजार एक ही बात है कि 5 कब बजेगा तो घर जा पाएंगे. इस प्रकार नहीं होना चाहिए मेरी और आपकी जीवन. കർത്താവ് പറഞ്ഞത് നിങ്ങൾക്കുള്ളതല്ല, എനിക്കും അറിഞ്ഞുകൂടാ, ദൂതന്മാർക്കും അറിഞ്ഞുകൂടാ, നിങ്ങൾ പോയി പണി ചെയ്യുക. और इसलिए मसीह ने कहा कि भाई वो काम तुम्हारा नहीं है कि आगमन कब होगा, वो मुझे भी नहीं मालूम, स्वर्गदूत को भी नहीं मालूम, तुम जाओ मेहनत करो. അപ്പോസ്തലനായ പൗലോസിന്റെ വേർഷൻ നമുക്കൊന്ന് കേൾക്കാം. और प्रेरित पौलुस का क्या उसके बारे में सोचते हैं वो हम देखें. AD 51 തെസ്സലോനിക്ക ലേഖനം എഴുതുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞത്, കർത്താവ് പ്രത്യക്ഷത വരെ, അതായത് തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക 4:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകില്ല. അപ്പൊ പൗലോസ് ധരിച്ചത് കർത്താവ് പുള്ളി ജീവിച്ചിരിക്കുമ്പോ തന്നെ വരുമെന്നായിരുന്നു.
और पौलुस ऐसा ही सोचते थे कि यीशु मसीह जो दुनिया में था तो उसी समय में वो तुरंत दोबारा आएंगे, ऐसा पौलुस अनुमान करते थे। പിന്നെ ഇങ്ങനെയും കൂടെ എഴുതി, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ വരവിക്കൽ ജീവനോടെ ഉണ്ടായിട്ട് രൂപാന്തരപ്പെട്ടു പോകാനിരിക്കുകയായിരുന്നു പൗലോസ്. और पौलुस का मतलब वहां पर लिखने का वो यही है कि हम जो जीवित है हम रूपांतर हो जाएंगे और मसीह के आगमन में जाएंगे। वो ऐसा अनुमान करते थे कि वो जीवित रहते ही यीशु मसीह का आगमन होगा। എന്നാൽ 17 വർഷം കഴിഞ്ഞ് തിമോത്തിയോസിന്റെ ലേഖനം 2 തിമോത്തിയോസ് എഴുതിയപ്പോഴത്തേക്കും പൗലോസിന്റെ വേ ഓഫ് തിങ്കിങ്ങിന് മാറ്റം വന്നു. लेकिन 17 साल के बाद जब दूसरी तिमोथी का पत्र जो वो लिखता है तिमोथियोस को, तो उनकी विचार में बदलाव आया। ഇങ്ങനെ വായിക്കുന്നത് 2 തിമോത്തിയോസ് 4:6 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. और वहां पर ऐसा कहता है कि क्योंकि अब मैं अग्र के समान उंडेला जाता हूं और मेरे संसार में जाने का समय आ पहुंचा है। എനിക്ക് ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരോടായി പ്രബോധിപ്പിക്കുവാനുള്ളത്, അത്ര ആവേശത്തോടെ താൻ ജീവിച്ചിരിക്കുമ്പോ കർത്താവ് വരുമെന്ന് ചിന്തിച്ചിരുന്ന പൗലോസ് പിന്നെ പറയുക, എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, കാഴ്ചപ്പാടിന് വ്യത്യാസം വന്നു. താൻ മരിക്കാനാ പോകുന്നത്, കർത്താവ് ഇപ്പം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദാറ്റ് മീൻസ് അവിടെ നിരാശയല്ല ഉണ്ടായത് പൗലൂസിന്, സങ്കടമോ പിറുപിറുപ്പോ അല്ല ഉണ്ടായത്, ദൈവത്തോട് വിരോധമോ അല്ല ഉണ്ടായത്. പകരം ഉള്ളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്, കോൺഫിഡൻസ് ആണ് ഉണ്ടായത്. താൻ എന്താ പറയുന്നത്? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. और वहां पर हम देखते हैं कि 17 साल पहले पौलुस ने यही सोचा था कि यीशु मसीह का आगमन वो जब जीवित थे तभी तुरंत होंगे, ऐसा सोचने वाला 17 साल के बाद वो जब पहचान लिया अपना जो 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 दृष्टिकोण था वो बदल लिया। वो कहते हैं कि अब मेरी बुढ़ापा आ गया है, मृत्यु का समय निकट आया है और यीशु मसीह की आगमन अभी तक हुआ नहीं है, लेकिन वो निराश नहीं होते हैं। वो उसके विश्वास में, वो इतना विश्वास में आ चुका है। वो कहते हैं कि उसने अपनी कुश्ती लड़ लिया, अपनी दौड़ को पूरा किया, मैंने जो विश्वास का रखवाली किया है उसकी वजह से मैं भविष्य में मेरी धार्मिकता को पाऊंगा। सिर्फ मैं नहीं, लेकिन प्रभु की आगमन की बाट जोने वाले सबको प्रभु अपना मुकुट देगा, परमेश्वर अपना मुकुट देगा, ऐसा वो विश्वास करता है। പത്രോസും സെയിം ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. पतरस को भी यही दृष्टिकोण था। പത്രോസ് എന്താ പറയുന്നത്? എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. पतरस भी यही कहता है कि मेरी मृत्यु का समय बहुत निकट आ चुका है। പത്രോസിന് പറയുവാനുള്ളത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്ന പോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അത് എന്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. और वहां पर वो कहते हैं कि मैं मृत्यु के समय आखिरी दिनों में आ पहुंचा है। मेरा ये जो शरीर रूपी भवन है वो भवन अभी खत्म होने वाला है, इसलिए मेरे समय के बाद भी तुम मेरे बारे में याद करना, मैंने जो बताए हुए बात को याद कर उसके अनुसार जीवन बिताना, ऐसा वहां पर पतरस कहता है। അപ്പോൾ പൗലോസ് ആണെങ്കിലും പത്രോസ് ആണെങ്കിലും കർത്താവിന്റെ വരവിനേക്കാൾ അവരുടെ നിര്യാണം അടുത്തിരിക്കുന്നു എന്നും അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാര് അവരെ പോലെ ഒരു 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 കമ്മിറ്റഡ് ആയ ഡിവോട്ടഡ് ആയ ലൈഫ് നയിക്കണമെന്നുമാണ് അവർ പറഞ്ഞു നിർത്തുന്നത്. और पतरस हो या पौलुस हो, दोनों यही चाहते हैं। जब उनकी जीवन की समय के अंत में जब आप पहुंचते हैं तो वो कहते हैं कि उनकी तरह अपना जीवन बाकी सब लोगों को भी यही सिखाते हैं कि उनकी जो भक्ति था, जो धार्मिकता था, जो विश्वास की दृढ़ता निश्चय था, वो सहनशीलता था, ये सारे गुण बाकी सभी के अंदर होना चाहिए और मसीह की आगमन के लिए हमेशा तैयार होना चाहिए।
പ്രിയ ദൈവമക്കളെ, let me conclude here. मेरे प्रिय लोगों, मैं यहाँ पर समाप्त करना चाहता हूँ। കർത്താവിന്റെ ഫണ്ടമെന്റൽ അജണ്ട എന്താണ്? मसीह का मूल उद्देश्य क्या है? പത്രോസ് അത് പറഞ്ഞിട്ടുണ്ട്. पत्रुस ने वो हमें सिखाया है। താമസം, ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. पत्रुस इस प्रकार कहते हैं कि 2 പത്രോസ് 3:9. यीशु मसीह की रूपांतर में या दोबारा आगमन में देरी नहीं हो रहा है, लेकिन मसीह चाहते हैं और भी लोग उनका संतान बने, स्वर्ग में प्रवेश करने के लिए उनके लिए द्वार खुले। ऐसा मसीह चाहता है, इसलिए उनकी आने में देरी होता है, लेकिन समय पर वो आ जाएगा। ऐसा पत्रुस हमें सिखाता है। പൗലോസ് എന്താ പറയുന്നത്? അവൻ സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. पौलुस भी यही कहते हैं कि वो सारे मानव जाति उद्धार पाए और सत्य को जाने, ऐसा परमेश्वर यीशु मसीह चाहता है। യോഹന്നാൻ കണ്ട വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തിൽ പാട്ടുപാടുന്നവര് എവിടെ നിന്നെല്ലാം ഉള്ളവരായിരുന്നു? यूहन्ना जो प्रकाशित वचन जो लिखता है, उसमें जो प्रकाश उन्होंने पाया, वहां पर स्वर्ग में गीत गाने वाले कहां से होंगे वो लिखा है। പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ചുരുക്കി പറഞ്ഞാൽ, സ്വർഗത്തിൽ ചെന്ന് പാട്ടുപാടുന്നവര് സർവഗോത്രത്തിൽ നിന്ന്, മൂലഭാഷയിൽ എല്ലായിടത്തും സർവ്വമുണ്ട്, ഭാഷയിൽ നിന്ന്, വംശത്തിൽ നിന്ന്, ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദാറ്റ് മീൻസ് ദൈവത്തിന്റെ ഫണ്ടമെന്റൽ അജണ്ട ടു സേവ് ദ ഹ്യൂമൻ കൈൻഡ്. ആരും നശിച്ചു പോകരുത്, എല്ലാവരും മാനസാന്തരപ്പെടണം. അതാണ് ദൈവത്തിന്റെ അജണ്ട. അവിടെയാണ് നമ്മളും ഫോക്കസ് ചെയ്യേണ്ടത്. നോട്ട് ഓൺ ഹിസ് സെക്കൻഡ് കമ്മിങ്, റാദർ ലെറ്റ്സ് ഡു അവർ ബിസിനസ്. ലെറ്റ് ഗോഡ് കം whenever he wants. और हम देखते हैं कि वहां पर यूहन्ना यही कहते हैं कि किताब की जो सिक्का है वो तोड़ने वाला उनके पुत्र एक ही था, जिन्होंने पृथ्वी में आकर अपना लहू देकर हमें सबको खरीदा है। वहां पर वो कहते हैं कि इस प्रकार उन्होंने सबको खरीदा, और वहां पर हर गोत्र से, हर भाषा से जो लोग वहां पर इकट्ठे हुए हैं वो गीतों को गाएंगे। मतलब यही है कि हम यीशु मसीह की आगमन की बाट जोतना है, लेकिन हम साथ में परमेश्वर के राज्य के लिए मेहनत करें और लोगों को मसीह में लाने के लिए कोशिश करें, उनके राज्य के लिए तैयार करें, और हम अपने उस कोशिश में रहे। यीशु मसीह की आगमन कभी भी होने दो, लेकिन हम हमारे उत्तरदायित्व को पूरा करें। കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ, ഒരുക്കത്തോടുള്ള ബന്ധത്തിൽ, ഈ നിമിഷം കർത്താവ് വന്നാൽ നമ്മൾ പോകാൻ റെഡിയായി ആ ഒരുക്കത്തിലായിരിക്കണം. എന്നാൽ കർത്താവിന്റെ വരവ് പ്രമാണിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്പർ 1, ടു ഇവാഞ്ചലൈസ്, ടു പ്രീച്ച്, ടു സ്പ്രെഡ് ദ ഗോസ്പൽ. സുവിശേഷം കേട്ടിട്ടില്ലാത്തവർ ഇന്നും അനേകായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികളുണ്ട്. അവരുടെ അടുക്കലേക്ക് ഈ സന്ദേശം എത്തിക്കുവാൻ വാട്ട് എവർ വി ഷുഡ് ഡു, അതാണ് ദൈവം നമ്മൾ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. और परमेश्वर हमसे यही चाहते हैं कि उनकी आगमन अभी होगा, तो अभी जाने के लिए हमें तैयार होना चाहिए। लेकिन आगमन कभी भी होने दो। यीशु मसीह का मुख्य उद्देश्य हमारे द्वारा यही है कि हम लोगों के पास सुसमाचार को पहुंचाए, जो जहां पर लाखों लोग, हजारों लोगों के पास अभी भी सुसमाचार नहीं पहुंचे हैं, वहां पर ऐसी जगहों में ऐसे लोगों के पास हम सुसमाचार को पहुंचाए और ज्यादा से ज्यादा लोगों को मसीह की राज्य के लिए लाए, उनको तैयार करें। परमेश्वर हमारे द्वारा यही चाहते हैं। നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. हमारा मसीह का आगमन बहुत निकट है। അതുപോലെ അടുത്തിരിക്കുന്നു നമ്മുടെ മരണം. ऐसा ही निकट है हमारी मृत्यु। എന്നാൽ കർത്താവ് വരുമ്പോൾ അവിടെ സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി ചെയ്തേച്ച് ചെല്ലണം. लेकिन हमारे मसीह के आगमन में हमें खुशी और आनंद को महसूस करना है, तो हमारी जो उत्तरदायित्व है उसे पूरा करके वहां पर जाना है।
ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ആശീർവദിക്കട്ടെ എന്ന് ഇങ്ങനെ ശുശ്രൂഷ ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. और इन वचनों के द्वारा परमेश्वर हमें अनुग्रह और आशीष करे. मुझे ये निमंत्रण देने वाले को सबको परमेश्वर अनुग्रह और आशीष करे. Amen. God bless you. Amen. Thank you.